പെൺകുട്ടികളുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ നിന്നെടുത്ത് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച യുവാവ് പിടിയിൽ. കോട്ടയം സ്വദേശി അമൽ മിർസ സലീമിനെ ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് പിടികൂടിയത്. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അമൽ, ഇക്കാലത്തും ഇങ്ങനെയൊക്കെ ഈ സൈബർ പോലീസൊക്കെ ഇത്രയും സജീവമായ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഈ പ്രതിയുടെ പശ്ചാത്തലം? ഗൂഗിൾ ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങൾ ചില തൽപര കക്ഷികൾ ദുർദ്ദേശത്തോടുകൂടി ഉപയോഗിക്കുന്നു എന്ന കാര്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് അവർ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ എടുത്ത് അതിന്റെ തലവെട്ടി മോർഫ് ചെയ്ത് നഗ്നമായ ചിത്രങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് അവരെ മാനഹാനിക്ക് ഇരയാക്കുന്ന, അവരുടെ മാനം കവരുന്ന അല്ലെങ്കിൽ അത് വെച്ച് അവരെ ഭീഷണിപ്പെടുത്തുന്ന, മാനസികമായി പീഡിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഏതായാലും ഇന്നലെ ആണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതലായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഏറ്റവും അടുത്ത നിമിഷം തന്നെ പോലീസ് ഈ കാര്യത്തിൽ ഇടപെടുകയും എറണാകുളം സൈബർ പോലീസ് ഈ കാര്യത്തിൽ ഇടപെടുകയും കോട്ടയം സ്വദേശിയായിട്ടുള്ള അമൽ മിർസ എന്ന യുവാവിനെ പോലീസ് ഇന്ന് കോട്ടയത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതായത് രണ്ട് സഹോദരിമാരായ പെൺകുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഇവരുടെ രണ്ടുപേരുടെയും ചിത്രം മോർഫ് ചെയ്ത് ദുരുദ്ദേശത്തോടുകൂടി നഗ്നമായ ചിത്രങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാമിൽ 3 അക്കൗണ്ടുകളായി തുടങ്ങിയ 3 വ്യാജ അക്കൗണ്ടുകളായി തുടങ്ങി അതിൽ സ്റ്റോറിയിട്ടും ഫീഡുകളായിട്ടും പ്രദർശിപ്പിച്ച് ഇവരെ മാനഹാനിക്കിരയാക്കുകയായിരുന്നു ഈ പ്രതി ചെയ്തത്. ഇതിനെതിരെ കുട്ടികൾ രംഗത്ത് വന്നു. ഈ കുട്ടികളുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അതിന് പകരം ഇവർക്ക് നിരന്തരമായിട്ട് ലൈംഗിക ചുവയുള്ള മെസ്സേജുകൾ അയച്ച് മാനസികമായി പീഡിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഏതായാലും പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഗൂഗിൾ ശരി, ഏതായാലും മനോവൈകൃതത്തിന് ഇപ്പോൾ പിടിവീണിരിക്കുകയാണ്.